ഇനി എന്തിന് കാരണഭൂതത്തെ പേടിക്കണം? അവിടെയാണ് ചോദ്യം. പലരും ചോദിക്കുന്നു, ഇത്രയും നാൾ നിങ്ങൾ കാരണഭൂതത്തെ പേടിച്ച് നടന്നു, ഇനി അച്ചങ്ങായി എന്തിനാണ് പേടിക്കുന്നത്? അയാൾ തോറ്റുപോയില്ലേ? എമ്മാരി തോൽവി. ധർമ്മടത്ത് 6 റൗണ്ടിൽ പിന്നിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ചങ്ങായിനെ കൊണ്ട് എന്ത് കാര്യം? ഇയാൾ വലിയ വട്ടപൂജയാണ് CPM-ല്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് 6 റൗണ്ടിൽ ഇങ്ങനെ മുട്ട അവസാനം അവന്റെ എത്ര 19,000 വോട്ട്, 50,000 ചില വോട്ട് നേടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ടാ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ വികാരമില്ല. പക്ഷെ പിണറായിക്ക് കഴിഞ്ഞ പ്രാവശ്യം 50,000 കൂടുതൽ വോട്ട് കിട്ടിയപ്പോ ഇപ്രാവശ്യം 19 കിട്ടിയിട്ടുള്ളൂ. പിണറായിനോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ വിചാരിച്ചു ഇപ്പൊ ആണ്ട കൊടുക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തല്ലേ, ഇനിയിപ്പോ അവന് വേണ്ട. അതാണ് സ്വരാജിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സ്വരാജ് പറയുന്നറിയോ? അതായത് ആൾക്കാർക്കൊക്കെ തോന്നി 2 പ്രാവശ്യം പിണറായി ജയിച്ചതല്ലേ, ഇനിയിപ്പോ 3-ാം പ്രാവശ്യം പിണറായി വേണ്ട, നമുക്ക് UDF-നെ ഒന്ന് അധികാരത്തിൽ കയറ്റിയാലോ. പിണറായിന്റെ ഭരണം നല്ല ഭരണമാണ്, ആകെ വികസനം, കണ്ണുകാണില്ല വികസനം കൊണ്ട്. പക്ഷെ നമുക്ക് മറ്റോരെ ഒന്ന് പരീക്ഷിക്കാം. മുപ്പരെ കണ്ടുപിടുത്താണ് സ്വരാജിന്റെ എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല. പിണറായി വിജയന്റെ ഭരണം സൂപ്പർ ഭരണമായിരുന്നു. പക്ഷെ ആൾക്കാർ വിചാരിച്ച് നമുക്ക് മറ്റേതൊന്ന് പരീക്ഷിക്കാം. വോട്ട് ചെയ്ത ആൾക്കാരെ ഇത്രയും ബോധം വിവരമില്ലാത്ത ആൾക്കാരാണെന്ന് പറയാണ് ഇവന് വിവരമില്ല. പക്ഷെ എന്റെ വിചാരം പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാർക്ക് ഒന്നും വിവരമില്ല എന്നുള്ളതാണ്. ജനങ്ങൾ വളരെ കൃത്യമായി തോന്നിയാസം കളിച്ച തെമ്മാടിത്ത ഭരണകൂടത്തെ പിടിച്ച് പുറത്താക്കി. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണിത്. അതായത് ഈ സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പണിക്കാരാടോ. 5 വർഷത്തേക്ക് ഇവർക്ക് ഒരു കരാർ കൊടുക്കണം. 5 വർഷം നിങ്ങൾക്ക് ഇതാ ഒരു സിസ്റ്റത്തെ തരുന്നു. അതിനെ നിങ്ങളൊന്ന് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ഈ നാടിനെ നല്ല രീതിയിലൊക്കെ പരിപാലിക്കണം. ഇതിനൊക്കെയാണ് നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ ഒരു കാലാവധി തരുന്നത്. അതിനുള്ള കൂലി തരുന്നേ. അതിനുള്ള നിങ്ങൾക്ക് കൂലിയും അതിനുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ തരും. നിങ്ങൾ മര്യാദയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ മാറ്റി കണ്ട് വേറെ ആൾക്ക് അത്രേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ UDF-നെ അധികാരത്തിൽ കയറ്റുന്നു, ഇവരോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇവർ ചെയ്തില്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ മാറ്റും. അത്രേ ഉള്ളൂ. നമ്മളെ പറമ്പിൽ ഒരാൾ മര്യാദയ്ക്ക് വന്നിട്ട് പണിയെടുത്തില്ലെങ്കിൽ അടുത്ത അയാളെ മാറ്റും, അയാൾ പുതിയ ഒരാളെ കൊണ്ടുവരും. അത്രേ ഉള്ളൂന്നേ. അമ്പലപ്പുഴയിൽ G. സുധാകരൻ, പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഇതാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ 3 പേരുടെ വിജയം കേട്ടോ. ഈ 3 പേരുടെ വിജയം CPM-കാരെങ്ങനെ എന്താ പറയാ പൊതുവേദിയിൽ കൊണ്ടു നിർത്തിയിട്ടെ ഉടയാട എഴുപ്പിച്ചിട്ട് ഇങ്ങനെ നഗ്നരായി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആര്? ഒന്ന് G. സുധാകരൻ, മറ്റൊന്ന് TK ഗോവിന്ദൻ, മറ്റൊന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം ഓർമ്മയുണ്ടോ? കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം. തിരുത്തി അണികൾ നേതൃത്വത്തെ വിറപ്പിച്ചു അല്ലെ. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ 6 റൗണ്ടിൽ പിന്നിലാണെന്ന് പറഞ്ഞപ്പോ കാരണഭൂതമേ ഒന്നും പറയാനില്ല കേട്ടോ. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി വാള്, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഇങ്ങനെ വന്ന ആള് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചാൽ ആൾക്കാർക്ക് ഓടും. അവസാനം ആക്ഷനും ഇല്ല, ഊരിപ്പിടിച്ച വാളും ഇല്ല, മൂപ്പരെ കാണാനില്ല. ഇപ്പം തിരുവനന്തപുരത്ത് എത്തിയെന്നാ കേട്ടത്. വളരെ എന്താ പറയാ, ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് കാരണഭൂതം അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണഭൂതത്തിന് വേറെ ചില പണികളുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഏതായാലും ഈ 3 പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം. G. സുധാകരൻ, TK ഗോവിന്ദൻ, അതായത് V. കുഞ്ഞികൃഷ്ണൻ. ഈ 3 പേരുടെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഈ 102 സീറ്റുകൾ UDF-ന് നേടി എന്നുള്ളതിനേക്കാൾ ഒക്കെ അങ്ങേപ്പുറം CPM-നെ ഞെട്ടിപ്പിക്കേണ്ടത് നിങ്ങളുടെ സഖാക്കൾ 916 പരിസ്ഥിതിയുള്ള ഈ 3 സഖാക്കളുടെ അടുത്തുനിന്ന് ആരും എത്തില്ലടോ. ആരെത്താ? CPM എന്താണ്, കമ്മ്യൂണിസം എന്താണ്, മാർക്സിസം എന്താണ് എന്നുള്ളതിന്റെ മൂർത്തി രൂപങ്ങളായ 3 സഖാക്കൾ അല്ലേ. കുഞ്ഞികൃഷ്ണൻ സഖാവ് രക്തസാക്ഷി വണ്ട് കട്ടുമുടിച്ചു. നിങ്ങൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പം മൂപ്പരെ പിടിച്ച് പുറത്താക്കി കാണും. എന്നിട്ട് ഈ കട്ടുമുടിച്ച ആന കള്ളാനെ പിടിച്ച് കണ്ട് സ്ഥാനാർത്ഥിയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം.
ധനരാജിന്റെ പേരിൽ പിരിച്ച ഈ രക്തസാക്ഷി ഫണ്ട് വേറെ ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിന് വേണ്ടി കളക്ട് ചെയ്ത ഫണ്ട്, അതൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ പോട്ടെ. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ കട്ടുമുടിച്ചു, കണക്കവിടെ എന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് ചോദിച്ചപ്പോ കുഞ്ഞികൃഷ്ണൻ സഖാവിനോട് പറഞ്ഞു കണക്ക് പുറത്ത് എന്ന് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ സഖാവ് പുറത്തേക്ക് കടന്നു. മൂപ്പരുതിന്റെ പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ എല്ലാ വിവരമുണ്ട്. അപ്പോഴാണ് കെ രാഗേഷ് എന്ന് പറയുന്ന അധമൻ പൊട്ടൻ പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറയാണ് ഞങ്ങൾ കണക്കൊന്നും തരില്ല, ഞങ്ങൾ പിരിപ്പിക്കും, കണക്കൊന്നും തരില്ല, ഞങ്ങൾ അത് ബഹുജനത്തിനെ കൊടുക്കുള്ളൂ, പൊതുജനത്തിന് കൊടുക്കൂല, ബഹുജനത്തിനെ കൊടുക്കുള്ളൂ. എന്താ സഖാവി പൊതു വ്യത്യാസം? അതുണ്ട്. പൊതുജനം ചോദിക്കണ്ട, ഞങ്ങൾ ബഹുജനത്തിന് കൊടുക്കും. ബഹുജനം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, പൊതുജനം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, കഴുതകളാണ്, കൊടുക്കൂല. അപ്പോഴാണ് പൂമരൻ വന്നത്. പൂമരൻ ഈ CPM-നെ ഇത്രയും തോൽപ്പിച്ച മറ്റൊരാളാണ് പൂമരൻ. എം സ്വരാജ് എന്ന് പറയുന്ന അധമൻ പൊട്ടൻ അല്ലേ? ഇവൻ എന്നിട്ട് വിളിക്കാണ് കുഞ്ഞികൃഷ്ണനെ കള്ളൻ ചോദിച്ചാൽ കൊടുക്കൂല. കള്ളൻ ചോദിച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ കട്ടു, കണക്ക് സഹിതം തെളിവ് സഹിതം പറയാണ് ഇതൊക്കെയാണ് നിങ്ങൾ കട്ടത് എന്ന് പറയുമ്പോ കെ രാഗേഷിന് സമ്മതിക്കാം. കെ രാഗേഷ് പറഞ്ഞു ഞങ്ങൾ കണക്ക് കാണിക്കൂല, കാണിച്ചു കഴിഞ്ഞാൽ അത് പൊളിയേ, ഞങ്ങൾ കാണിക്കൂല, ഞങ്ങൾ കക്കും മുക്കും നക്കൊക്കെ ചെയ്യും, ഞങ്ങൾ കാണിക്കില്ല എന്നാണ് കെ രാഗേഷ് പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് പൂമരം എന്ന് പറഞ്ഞത് കള്ളന്മാര് ചോദിച്ചാൽ കൊടുക്കൂല. ആര് കള്ളൻ? ഇത് കട്ടു എന്ന് പറഞ്ഞ ആള് കള്ളനാണത്രേ. ഇവനാണ് കള്ളൻ. ആര്? ഈ പൂമരൻ സ്വരാജ്. ഇവന്റെ കള്ളത്തരം ആൾക്കാർ പിടിച്ചതാണ്. ഇവന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, പൂമര പുസ്തകം. ഈ പൂമര പുസ്തകത്തിലെ കാര്യം മുഴുവനും മൂപ്പര് കട്ടതാണ്. അത് പൊതുമണ്ഡലത്തിൽ അറിയാം. പിന്നെ സഖാക്കന്മാര് പുസ്തകം വായിക്കാത്തതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൂമരൻ സ്വരാജ് എന്ന് പറയുന്ന ആള് ഇമ്മാതിരി പൊട്ടന്മാരുടെ പൊട്ടനാണ് ഇയാള് എന്ന് ഈ സഖാക്കന്മാർക്ക് പോലും അറിയാം. മാത്രമല്ല എന്തുകൊണ്ട് CPM-ൽ നിന്ന് ഇത്രമാത്രം ഹൈന്ദവ വോട്ടുകൾ പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പകുതിയല്ല 3/4 ഉത്തരവാദിത്വം ഈ പൊട്ടന്റേതാണ്. ഇവനാണ് പ്രസംഗിച്ചത്. മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോൾ പ്രളയമുണ്ടായി. നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങോട്ട് കയറാം എന്നൊക്കെ പറഞ്ഞ അധമൻ അല്ലേ, ഹൈന്ദവ വിരുദ്ധൻ. ഇവനാണ് CPM-നെ എന്ത് ചെയ്തതെന്നറിയോ? CPM-നെ ഇത്ര ഭീകരമായി ഇത്ര അപമാനത്തിന്റെ കയത്തിലേക്ക് ആഴ്ത്തിയത് എം സ്വരാജ് തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. അതായത് എം സ്വരാജും മറ്റേ നികേഷും കൂടി ഒരു ഇന്റർവ്യൂ. ഇവർ ചർച്ച ചെയ്യാണ് ഇങ്ങനെ തോറ്റത്. നികേഷ് ചോദിക്കണമല്ലോ സ്വരാജ് എങ്ങനെയാണ് നമ്മൾ തോറ്റത്? അപ്പോൾ സ്വരാജ് പറയുന്നു നമ്മൾ തോറ്റതിനുള്ള കാരണം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവന്മാരെ രണ്ടെണ്ണത്തിലുണ്ടല്ലോ, തെരണ്ടി വാലോട്ട് അടിച്ച് ഓടിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നികേഷ് കുമാർ കണക്ക് തീർക്കുകയാണ്. നികേഷ് കുമാറിന്റെ അച്ഛനെ MV രാഘവൻ എങ്ങനെയൊക്കെയാണോ ഈ പാർട്ടി അപമാനിച്ചത് അതിനുള്ള കണക്ക് തീർക്കുകയാണ് പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട്. അപ്പം ഗോവിന്ദന് മനസ്സിലായിട്ടില്ല നികേഷ് കുമാർ കളിച്ചത് തോൽപ്പിക്കാനുള്ള കളിയാണെന്ന്. ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെ തോറ്റു? ഇവരുടെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? അപ്പൊ ഏതായാലും ഈ മൂന്ന് പേരുടെ വിജയം എന്ന് പറയുന്നത് അണികൾ തിരുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. തിരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ CPM പഠിക്കില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റിലെ TKGയുടെ ഇന്റർവ്യൂല് TKG പറയുന്നത് എന്താണെന്നറിയോ? ചർച്ച ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതായത് ഇപ്പൊ എല്ലാ മറ്റേ CPM-ന്റെ സെക്രട്ടറിയിലൊക്കെ പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകട്ടെ. ചർച്ചയൊക്കെ നല്ലതാണ്. പക്ഷെ ചർച്ച നടത്തി കഴിഞ്ഞിട്ടേ അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു തീരുമാനം എടുത്തിട്ട് നടപ്പാക്കണം. അത് ചെയ്യാറില്ല. കുറെ കാലമായി താഴെ തട്ടിലൊക്കെ ചർച്ച നടത്തും. ബ്രാഞ്ച് തലത്തില്, ഏരിയ തലത്തില് ഒക്കെ ഇങ്ങനെ ചർച്ച നടത്തി ഇതാക്കുക. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുക്കും, സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊടുക്കും, അത് പിന്നെ PB-യിലേക്ക് പോകും, മറ്റേ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകും. ഒരുപാട് കമ്മിറ്റികളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അവിടെ കൊണ്ടുപോയി അവിടെയായിട്ട് വെക്കും. കാരണം ഇവിടെ കാരണഭൂതം ഉണ്ടല്ലോ. കാരണഭൂതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണവും ഇല്ല, ഒരു റിപ്പോർട്ടും ഇല്ല, ഒക്കെ തൊട്ടിക്കളയാൻ പറയും. എന്നിട്ട് കാരണഭൂതം പറയും ഞാൻ പറയുന്നതാണ് ശരി. പക്ഷെ ഇനി എന്തിന് കാരണഭൂതത്തെ പേടിക്കണം? അവിടെയാണ് ചോദ്യം. പലരും ചോദിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ കാരണഭൂതത്തെ പേടിച്ച് നടന്നു. ഇനി അച്ചങ്ങായി എന്തിനാണ് പേടിക്കുന്നത്? അയാൾ തോറ്റുപോയില്ലേ? എമ്മാതിരി തോൽവി.